ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമ്മൾ ഗോഡൗണിലോട്ടാണ് പോകുന്നത്. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെ ആട്ടോ വെക്കുന്നത്. അത് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ ഇവിടെ. ഫുള്ള് വേണ്ടുന്നതൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് വേണ്ട സാധനം ഇതായിരിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതില്ലെങ്കിൽ എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കുക? പക്ഷെ ആളിച്ചിരി വലുതാട്ടോ. ഇവിടെ ആട്ടോ നമ്മൾ കണി ഒരുക്കാൻ പോകുന്നത്. പക്ഷേ കുടുവിൻ്റെ സാധന സാമഗ്രികളൊക്കെ അവിടെയാണ്. പിന്നെ അതൊക്കെ ഒരു വേസ്റ്റ് ബോട്ടിലാക്കി നമ്മുടെ കണി ഒരുക്കേണ്ട ചട്ടി ഓട്ടുരുളിയും ഞാൻ വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇവിടുന്ന് തുടങ്ങാം. ഇവിടാണ് ആദ്യം പൂട്ടത്. പിന്നെ ഞാൻ പെതിയ വിഷുക്കണി ഒരുക്കാൻ തുടങ്ങി കേട്ടോ. അനിയത്തി അമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്തു. സാധനമൊക്കെ കുറവായിരുന്നു മേടിച്ചത്. പക്ഷേ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. അവസാനം ഇങ്ങനെ ആക്കിയെടുത്ത് ഞങ്ങളുടെ കണ്ണൻ ഇച്ചിരി ചെറുതാട്ടോ. അത് നല്ല രസമല്ലേ ഞങ്ങളുടെ കണ്ണനൊക്കെ കാണാൻ. അത് ഒതുങ്ങിയ കണ്ണന ഇതാട്ടോ. അവസാനം റെഡിയാക്കിയപ്പോൾ ഉള്ള ലുക്ക് ഇതാട്ടോ. ഇനി ഇത് കണി കാണാൻ എടുത്തത് ഇതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് കണിയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ രാവിലെയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ. രാവിലെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലേറ്റായി ഞാൻ അമ്പലത്തിൽ പോകാൻ എണീറ്റപ്പം. ഇതാട്ടോ ഞങ്ങൾ പോകുന്ന വഴി. കുടു പിന്നെ അടങ്ങിയിരിക്കത്തില്ല. ഇപ്പം കുടു പറയുന്നത് എന്താണെന്നറിയാമോ? അവന് കാല് വേദനിക്കണം. അങ്ങനെ അമ്പലത്തിലെത്തി. ഞങ്ങളുടെ അമ്പലം കാണിച്ചാൽ നല്ല രസമാട്ടെ അമ്പലത്തിൻ്റെ അകം. ഞാൻ ഒരുപാട് നാളായി അമ്പലത്തിൽ പോയിട്ട്. ഇപ്പോൾ വിഷുവിന് വന്നത് കുറച്ച് നാൾക്ക് ശേഷം. അങ്ങനെ ചന്ദനക്കുറിയൊക്കെ അവിടുത്തെ അമ്പലത്തിൽ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഷോയും കാണിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ശംഖുപുഷ്പം കാണുമ്പോൾ എനിക്ക് എപ്പോഴും പറിക്കണം. അങ്ങനെ കുറച്ച് ശംഖുപുഷ്പവും പറിച്ച് അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ചേട്ടൻ പറഞ്ഞ് നമുക്ക് സിനിമയ്ക്ക് പോകാം. കേൾക്കാത്തപ്പോൾ അത് കേട്ടപ്പോൾ അത് 1 മണിക്കത്തെ ഷോയ്ക്ക് തന്നെ പോയി കേട്ടോ. പറയാതിരിക്കാമേ നല്ല സൂപ്പർ മൂവി കേട്ടോ. അങ്ങനെ മൂവിയൊക്കെ കണ്ട് വിഷു ആഘോഷിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നു ചൂടുകൂടലുകൊണ്ട് എനിക്ക് വയ്യ. അതിൻ്റെ ഒപ്പം നല്ല വിശപ്പും. പിന്നെ ഒന്നും നോക്കില്ല, ഡ്രസ്സ് മാറി ചോറ് വെച്ചു. അപ്പം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ബൈ.